ഇല്ലടാ, ഞാൻ തീരുമാനിച്ചു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അച്ഛനും അമ്മയാ? അച്ഛനും അമ്മയ്ക്ക് എന്റെ ഇഷ്ടമാണ് ഏറ്റവും വലുത്. ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാകും. ആ ശരി, ഞാൻ വിളിക്കാം നിന്നെ. ഓക്കെ. ഇതെന്റെ ഫ്രണ്ട് അശ്വിൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം ഞാൻ ഇത് അച്ഛനോട് പറയും, എന്നിട്ട് ഞാൻ അപ്പുവിനോട് പറയും. പക്ഷെ കാര്യം അറിഞ്ഞിട്ട് ഞാൻ സമ്മതിക്കൂല, പറ്റില്ല എന്നൊന്നും പറയരുത്. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയോ, അതുകൊണ്ടാണ് കേട്ടോ. സമ്മതിക്കൂല എന്ന് പറയേ. ഇപ്പൊ എന്തോ ഉണ്ട്. ശരിക്കും ചപ്പാത്തിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും അറിയുമോ? ഈ മാവ് മിക്സിംഗിലാണ്. നന്നായിട്ട് കുഴച്ച് ഉരുട്ടി പരത്തി കഴിഞ്ഞോണ്ടല്ലോ സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. പുതിയൊരു നീ ഇതെന്തോന്ന് കാണിക്കണ്? കളിക്കണ ചപ്പാത്തി പരത്തണ്? ഇതെന്ത് ഷേപ്പ് ഇത്? നേരെ റൗണ്ടിൽ ഉണ്ടാക്ക്. റൗണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ ഇവിടെ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അവള് ശ്രീലങ്കയുടെ മാപ്പ് ഉണ്ടാക്കും. ശ്രീലങ്കയുടെ എന്തുകൊണ്ടാ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ചപ്പാത്തിക്ക്? ഞാൻ സർക്കിൾ കറക്റ്റ് കുറച്ച് ടൈം പിടിക്കും. ഞങ്ങൾ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണേ. അത് എന്റെ പൊന്നമ്മ നോക്ക്, ഈ നടുക്കെന്ന് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സൈഡ് ഈക്വൽ ആയിരിക്കും. നീ ഉദ്ദേശം എന്താണെന്ന് നീ മലയാളത്തിൽ പറഞ്ഞതാ? എന്ന് വെച്ചാൽ സർക്കിൾ ആയിരിക്കണം. സർക്കിൾ ആയിരിക്കണം അല്ലേ? അതിനാണ് ആ സാധനം എടുത്ത് ചുവരുത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ കണ്ണെടുത്തോണ്ട് ചെയ്യണതല്ലേ? കണ്ണെടുത്ത് ചെയ്യാൻ ദൂരം അത് സർക്കസാ? ആ സർക്കസ് ആണ്. ഞാൻ എന്നും ചെയ്യുന്നതാ ഈ സർക്കസ് ഒക്കെ. ഇത് അരിഞ്ഞൊക്കെ എത്ര നേരം മുമ്പ് പറഞ്ഞതാ? ആരും ചെയ്തില്ല. അതെ, നിന്നെ പോലെ സ്പീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഓരോ പണിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, എന്റെ കാര്യം സ്പീഡ് നടക്കാനാണ് നിങ്ങളുടെ സഹായം ചോദിക്കണം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തന്നാലേ നടക്കുള്ളൂ. മനസ്സിലായാ മക്കളെ? ഒന്ന് സ്പീഡപ്പ് ഇല്ലെങ്കിൽ ഇന്ന് അത് മതി. എനിക്ക് ഇത്ര പറ്റും. ഇവിടെ നോക്ക്, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എന്റെ ഒരു ടെക്നിക്ക് ഉണ്ട് ചപ്പാത്തി സ്മൂത്ത് ആവാൻ. അത് ഞാൻ കുഴച്ചപ്പോഴേ മനസ്സിലായല്ലോ സ്മൂത്ത് ആയിരിക്കും ചപ്പാത്തി. അമ്മ നോക്കിയോ, അമ്മ നോക്ക്, മാവൊക്കെ വേസ്റ്റ് ചെയ്യാതെ. ചപ്പാത്തി എടുത്ത് എന്റെ മുഖത്ത് എറിഞ്ഞത്. അത് നിങ്ങൾ എന്തൊരു തമ്മിൽ തമ്മിൽ ചൂണ്ടിക്കളിയാ? അല്ല മാമ, ചപ്പാത്തി ഉണ്ടാക്കിണ്ട്. ഇപ്പൊ അവളിങ്ങനെ ഇട്ടപ്പോ അറിയാതെ വീണാണ് മാമ. ചപ്പാത്തി ഉണ്ടായി ഇട്ട പറഞ്ഞില്ല. കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കായിരുന്നു. നിങ്ങൾ ഇതിന്റെ ചപ്പാത്തി ചേച്ചിന്റെ എറിഞ്ഞു കളിക്കുന്നതാ. അബദ്ധം പറ്റിപ്പോയി മാമ, പോട്ട് പറ്റിപ്പോയി. നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ? എന്റെ നേതൃത്വമൊക്കെ ആയി. ചെറിയ തമാശയല്ലേ മാമ? ഏയ്, നീ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് ഇരി. നീ ഇവിടെ നടക്കുന്ന കാര്യം വല്ലതും അറിയണുണ്ടാ? എന്തോന്നു മാമ? എന്ത് കാര്യം? എന്തോന്നാ എടാ, പ്രായമായ പൊമ്പിളര് വീട്ടിലുണ്ടെങ്കിണ്ടല്ലേ തണ്ടമാരെ നെഞ്ചില് തീയാണ് തീ. അത് നിനക്ക് വല്ലതും അറിയാമോ? അറിഞ്ഞൂടാ. അച്ഛൻ അറിഞ്ഞൂടത്. അച്ഛാ, കെട്ടിക്കാറായ 2 പെമ്പിളരുള്ള വീടാണ്. അറിയോ? വലിയൊരു സംസാരിക്കുന്ന ഇടയ്ക്കാർ സംസാരിക്കരുത്. നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അറിയ പാടി കളിയിൽ കറക്റ്റ് പോയിന്റ് ആണ് മാമ പറഞ്ഞത്. ഇറങ്ങി പോടി, ഇറങ്ങി പോവാൻ. അങ്ങനെയല്ലേ മാമ പറ, എന്ത് കാര്യം? റിഞ്ചു എന്ന് വല്ലതും പറഞ്ഞ? റിങ്കിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൾ എന്തോ പറയണ്ടെന്ന് പറഞ്ഞു. അവൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോ, പേഴ്സണൽ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ തിരക്കിലായിട്ട് ഞാൻ കേൾക്കാൻ നിന്നില്ല മാമ. രവി, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. റിങ്കിക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ട്. എന്തോന്ന്? നീ ഇതിലേക്ക് പോയില്ലേ? ഞാനും കൂടെ കേക്കട്ടെ. സംസാരിക്കുന്ന എന്റെ ഇടയിൽ കയറി നിൽക്കും. മാമ ചുറ്റിക്കളിയാ എന്തോന്ന്? എന്ന് വെച്ച് അവക്ക് ഒരു പ്രേമം ഉണ്ടെന്ന്? ഒരിക്കലും ഇല്ല.
റിങ്കിയെ സംബന്ധിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. കാര്യം തരുമോ, അവളുടെ മനസ്സിൽ എങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവൾ ആദ്യം ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയും. അവളുടെ സ്വഭാവം അതാണ്. എന്താ പൊന്നെ, എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് സംസാരിക്കുന്ന, എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അങ്ങനെ കേട്ടോ? നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിച്ചു തരുമോ? വല്ലോ കൂട്ടുകാരത്തെല്ലാം ചുമ്മാ പറഞ്ഞായിരിക്കും. ഇല്ലടേ, ഒറ്റയ്ക്ക് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട്. അല്ല മണി, അങ്ങനെയാണെങ്കിലേ നമുക്ക് ചോദിച്ചിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാലോ? കല്യാണപ്രായം ആയില്ലേ? അത് ശരിയാണ്. എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗതിയില്ല വരഗതിയില്ലാത്ത വല്ലവനും വന്ന് വീട്ടിൽ കയറിയ അതൊന്നും സമ്മതിച്ചു കൊടുക്കൂല. പള്ളി പോയി പറഞ്ഞാൽ തന്നല്ലേ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവളെ വിളിച്ചിപ്പോ തന്നെ ചോദിക്കാം. അത് വേണോ? അല്ലാതെ അറിയണ്ട്. അല്ല, അവളിങ്ങോട്ട് സംസാരിക്കാൻ വരണമെങ്കിലേ നമ്മളങ്ങോട്ട് സംസാരിക്കാതിരുന്നാടി. നമ്മൾ അറിഞ്ഞ പൊട്ട കാണിക്കല്ലേ. അതെങ്ങനെ? അവളെ പറ്റി ഇങ്ങോട്ട് പറയിപ്പിക്കരുത്. എന്നാൽ നമ്മളത് കേട്ട് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായി. അവൾ ഈ കാര്യം പറയാൻ വരുമ്പോഴാണ് പറയാൻ സമ്മതിക്കരുത്. സമ്മതിക്കരുത്, നമ്മൾ സമ്മതിക്കരുത്. ബ്ലോക്ക് ചെയ്യണം. അയ്യോ, ദേഹത്തൊന്ന് പിടിക്കുന്ന എന്താണ് എന്തോന്ന് വെച്ചത്? അല്ല, നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ. അവളെ മനസ്സിൽ ആരാണോ ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നീ പോയി കണ്ടുപിടി. അല്ല, ഞാൻ മാത്രം പോയാ അങ്ങനെ? ഞാൻ മാത്രം പോയാ അങ്ങനെ? എന്താണ് ഇവ വളർത്തി മച്ചേക്കണം? അവൾ എന്തോന്നോ കൊനിഷ്ഠ ബുദ്ധിയും കൊണ്ട് വന്നതാണ്. അതെ, അവള് ഒളിച്ചെന്ന് കേൾക്കുകയായിരുന്നു. അതാണ് സംഭവം. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഞാൻ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും മാമ അതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കും. അത് മാത്രമല്ല രവി. ശരി. മണി, റിങ്കിയെ സംബന്ധിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ മാമൻ തറപ്പിച്ച് പറയുമ്പോഴേ, ഇത്രയും പ്രായമുള്ള മാമൻ എത്ര പെണ്ണുങ്ങളെ ആണുങ്ങളെയും കണ്ടതാണ്. ഇതുപോലത്തെ ചുറ്റുകളെയൊക്കെ കണ്ട മാമന് മനസ്സിലാവും.